ഹായ് എവരിവൺ. ഇനി നമുക്ക് അരീബ നേരിട്ട റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയായിരുന്നു? ഒന്നാമതായിട്ട് ഷീ ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ഹർ പാസ്റ്റ് ആക്ടിവിറ്റീസ് ലൈക്ക് ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ് ആൻഡ് സ്കെച്ചിങ്. അവൾ സ്കെച്ച് ബുക്ക് എടുത്ത് വലിച്ചു കയറി, പിന്നെ റൂമിൽ അടച്ച് പൂട്ടിയിരുന്നു. ബിഹേവിയറൽ റെഡ് ഫ്ലാഗ്സ് ആയ ദേഷ്യം വരൽ, വീടിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കൽ, സ്കൂൾ അവോയ്ഡ് ചെയ്തു, എസ്പെഷ്യലി ഓൺ മൺഡേയ്സ്. അവൾ എന്തുകൊണ്ടാണ് മൺഡേയ്സ് മാത്രം സ്കൂളിൽ പോകാതിരുന്നത്? എന്തെങ്കിലും സോഷ്യൽ ആൻസൈറ്റി കാരണമായിരുന്നോ? ഇതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ അവൾക്ക് സൈക്കോസൊമാറ്റിക് സിംറ്റംസ് ഉണ്ടായിരുന്നു. സ്റ്റമക് പെയിൻ, ഹെഡേക്ക്. പിന്നെ അവൾ മാറ്റിയിരുത്തിയപ്പോൾ ആ പുതിയ സെറ്റിങ്സിൽ അവളുടെ മാർക്ക് ഒന്നും കൂടി കുറയാൻ തുടങ്ങി. അവൾക്കത് മാറ്റിയിരുത്തിയത്, ആ പുതിയ സെറ്റിങ്സൊക്കെ അവൾക്ക് അതൊരു പണിഷ്മെൻറ്റ് പോലെയാണ് ഫീൽ ചെയ്തത്. ആ ഒറ്റപ്പെടലൊക്കെ അതൊരു സൈലൻറ്റ് ക്രൈസ് ഫോർ ഹെൽപ്പായിരുന്നു. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ കുഡ് ഹാവ് ഹെൽപ്പ് ഹർ മദർ ഡിഫറെൻ്റ്ലി വിത്തൗട്ട് സ്കോൾഡിങ് ഓർ ഇമോഷണൽ ഓവർവെം. ആർക്കെങ്കിലും അവളോട് ചോദിക്കാമായിരുന്നു, നിനക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യണത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹൗ ഡു യു ഫീൽ നൗ? ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്, നീ അടുത്തിടെയായിട്ട് നിൻ്റെ ഹോബി ആയിട്ടുള്ള വരയും പിന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ് ഒന്നും നീ ചെയ്യുന്നില്ല. എന്താണത് കാരണം? ആർ യു ഫീലിംഗ് ഓക്കെ എന്ന് ആരെങ്കിലും അവളോട് ചോദിക്കാമായിരുന്നു. ഉമ്മ അവളെ ശകാരിക്കുന്നതിന് പകരം പറയാമായിരുന്നു, നിനക്ക് മാത്സ് ടഫാണല്ലേ, പക്ഷെ നമ്മൾക്ക് രണ്ടുപേർക്കൂടെയും അത് വർക്കൗട്ട് ചെയ്ത് ശരിയാക്കാം. അങ്ങനെ ആശ്വസിപ്പിച്ച് അവളെ വാലിഡേറ്റ് ചെയ്യാമായിരുന്നു. ഉമ്മയുടെ ആ ഒരു ത്രട്ടണിങ് ടോൺ, നിൻ്റെ ഫോൺ എടുത്ത് ഞാൻ മാറ്റും, നിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തെറിയും, അത് ഒഴിവാക്കാമായിരുന്നു. ഉമ്മാക്കൊരു ബോണ്ട് കണക്ട് ചെയ്യാമായിരുന്നു. ഡെയിലി എന്താണ് ചെയ്യണത്, ഒന്ന് നടക്കാൻ പോകാമായിരുന്നു, ഒന്ന് കേൾക്കാമായിരുന്നു അവളെ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബോണ്ടിങ് ഉമ്മയുമായിട്ട് മോൾക്കുണ്ടാവണമായിരുന്നു. സ്കൂളിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇതിനു മുമ്പ് എന്തെങ്കിലും നടന്നോ? അവിടെ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ എന്ന് ചോദിക്കാമായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് സിസ്റ്റം ഫെയിൽഡ് ഹർ? ഹോം, സ്കൂൾ ഓർ സെൽഫ് വർത്ത്? ഹോമിൽ എന്തായിരുന്നു? ഡിസ്ട്രെസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഉമ്മ ആ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയത്. മോളുടെ ഒരു ഇമോഷണൽ നീഡ് അക്നോളജ് ചെയ്യാതെ പോയി. സ്കൂളിലാണെങ്കിലോ ടീച്ചർ സർക്കാസ്റ്റിക്കലി കുട്ടീനെ അപമാനിക്കുകയും മാറ്റിയിരുത്തുകയും ഒക്കെ ചെയ്തു. അവിടെ നിന്ന് അപമാനമാണ് കിട്ടിയത്. അവിടെ നിന്ന് ഒരു ഗൈഡൻസ് കിട്ടിയില്ല. അവിടെ ഒരു സേഫ്റ്റി ഫീൽ ചെയ്തില്ല കുട്ടിക്ക്. സീറ്റിംഗ് മാറ്റിയപ്പോൾ കുട്ടിക്ക് പഠനത്തിൽ ഇമ്പ്രൂവ് വരുന്നതിന് പകരം ഗ്രേഡ്സ് ഒന്നുകൂടി ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അത് ടീച്ചറിനെ ഒന്ന് നോട്ടീസ് ചെയ്യാമായിരുന്നു. ചില കുട്ടികൾക്ക് ആ ഒരു സെറ്റിൽമെൻറ്റ് മാറ്റങ്ങൾ വരുത്താം, പക്ഷെ ചില കുട്ടികൾക്ക് അത് പറ്റൂല. ഡിഫറെൻറ്റ് കുട്ടികൾക്ക് ഡിഫറെൻറ്റ് വേ ഓഫ് ലേണിംഗ് ആണ്. ടീച്ചേഴ്സ് വിചാരിക്കുമ്പോൾ അങ്ങനെ ഇതൊക്കെ മാറ്റി വേറൊരു എൻവയൺമെൻറ്റൊക്കെ കിട്ടുമ്പോൾ അവർ ഒന്നും കൂടി നന്നായി ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്ത് പഠിക്കാമായിരിക്കാം. പക്ഷേ അതിന് പകരം ചില കുട്ടികൾ അവരെ ഫ്രണ്ട്സ് നഷ്ടമാകും, അവരെ ആ ഒരു ക്ലാസ് സിറ്റുവേഷൻ മാറും. അപ്പോൾ അവർക്ക് ഒന്നുകൂടി ഡിസ്ട്രെസ്സാണ് സംഭവിക്കുന്നത് പഠിക്കുന്നതിന് പകരം. പിന്നെയുള്ളത് സെൽഫ് വർത്ത് ആസ്പെക്റ്റാണ്. അത് സെൽഫ് റെസിലിയൻസ് ആണ്. അത് ഫുൾ കുട്ടി അത് കണ്ടത് ഒരു ഫെയിലറായിട്ടാണ്. എൻ്റെ മാർക്ക് കുറഞ്ഞു, എവിടെ ചെന്നാലും ഞാനൊരു കഴിവില്ലാത്ത കുട്ടിയാണ്, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, എനിക്കൊരു കഴിവുമില്ല. എന്നാൽ ആ കുട്ടിക്കൊരു ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഉണ്ട്, അതൊരു യുണീക്ക് ടാലൻ്റ് ആണെന്ന് ആ കുട്ടിയുടെ അടുത്ത് ആരും പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കുട്ടി അത് മനസ്സിലാക്കിയുമില്ല. ഒരു പേരൻ്റെങ്കിലും കുട്ടിയെ മനസ്സിലാക്കിയിട്ട് അതൊരു ഫെയിലർ അല്ല, അത് ഞാൻ കാണുന്നത് വേറെ ഡിഫറെൻ്റ്ലി ആണ്, അത് അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഏതെങ്കിലും ഒരു പാരൻ്റെങ്കിലും ആ കുട്ടിക്കുണ്ടായിരുന്നു. Now, if you are a friend's mother or a teacher, how would you gently intervene it? How would you help her? ടീച്ചറിന് ആ കുട്ടീനെ പ്രൈവറ്റായിട്ട് വിളിച്ചിട്ട് ആ കുട്ടിയുടെ ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാമായിരുന്നു.
പറഞ്ഞു കൊടുക്കായിരുന്നു. ഇപ്പോൾ ആ ടീച്ചർക്ക് ആ കുട്ടീനെ അപമാനിക്കുന്നതിന് പകരം ആ കുട്ടിയെ ആ മാത്സ് പ്രോബ്ലം ചെയ്യാനായിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേറൊരു സ്ട്രെങ്ത്, വേറൊരു കഴിവുണ്ട്, അത് പറഞ്ഞ് ആ കുട്ടീനെ മനസ്സിലാക്കി ചെയ്യാമായിരുന്നു. ഫസ്റ്റ് ആ കുട്ടിയുടെ ആ യൂണിക് ടാലൻറ്റിനെ അപ്രിസിയേറ്റ് ചെയ്തിട്ടാണ് പിന്നെ ആ കുട്ടിയുടെ വീക്ക് പോയിൻ്റായ മാത്സിനെ കുറിച്ച് പറയേണ്ടത്. അക്കാഡമിക് ആ പെർഫോമൻസ് ഒന്നും കൂടി ശ്രദ്ധിച്ചുകൂടെ എന്നൊന്ന് ചോദിക്കാം. അപ്പം അത്രയ്ക്ക് ഹേർട്ടാകുമായിരുന്നില്ല. ഈ ഇൻസൾട്ട് ചെയ്യുന്നതിനേക്കാളുപരി ആ കുട്ടിയെ മനസ്സിലാക്കുന്നതായിരുന്നു. ഈ സർക്കാസം വളരെ മോശമാണ്. അത് എസ്പെഷ്യലി ടീൻസിനെ അതിനെ വളരെയായിട്ട് കട്ട് ഓഫ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ മദറാണെങ്കിൽ, എന്താ അരിബാടെ വർക്കൊന്നും ഇപ്പോൾ കാണില്ലല്ലോ, ഷോർട്ട് സ്റ്റോറീസ് ഒന്നും കാണുന്നില്ലല്ലോ, അത് ഉമ്മായുമായിട്ട് ഷെയർ ചെയ്യാം, കുട്ടീനായിട്ടും ഷെയർ ചെയ്യാം. അവൾ എന്താ ഇപ്പോൾ വരക്കാത്തത്, ഉമ്മാനെ വിളിച്ചൊന്ന് ചോദിക്കാം. ഇനിയാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ വി ബിൽഡ് ഇമോഷണൽ ചെക്ക് ഇൻ ടു അവർ ഡെയിലി റൂട്ടീൻ വിത്ത് അവർ കിഡ്സ്? എങ്ങനെ നമ്മളുടെ കുട്ടികൾക്ക് ഒരു ഇമോഷണൽ ചെക്കിൻസ് കൊടുക്കണം, ഒരു ഡെയിലി റൂട്ടീൻസിലൂടെ? അവരുമായിട്ട് വാക്കിങ്ങിന് പോകണം, പിന്നെ അവർക്ക് ബെഡ് ടൈം സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കണം, ബെഡ് ടൈം അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മളൊരു വർക്കിംഗ് പാരൻ്റ് ആയിക്കോട്ടെ, അവരുമായിട്ട് കുറച്ച് ടൈം അവരെ ബെഡ് ടൈമിൽ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കുക, അവരായിട്ടൊന്ന് നടക്കാൻ പോകുക, അവരായിട്ടൊന്ന് സംസാരിക്കുക, എപ്പോഴും ഒരു അവസരങ്ങൾ ഉണ്ടാക്കുക, അവർ കണക്ട് ചെയ്യിപ്പിക്കുക. ആഴ്ചയിലൊന്ന് എവിടെയെങ്കിലും ഒന്ന് ഷോപ്പിങ്ങിന് പോവേ, അല്ലെങ്കിൽ പുറത്ത് പോവേ, പുറത്ത് അവരുമായിട്ട് കുട്ടികൾ ഹോട്ടലിൽ പോയി എന്തെങ്കിലും ഫുഡ്, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ അവർക്കൊരു ഇമോഷണൽ ബോണ്ടിങ് വരുത്താം. ഈ അടുത്തിടെ വേറൊരു കുട്ടി വന്നത്, ആ കുട്ടിക്ക് അക്കാഡമിക് പെർഫോമൻസ് കുറഞ്ഞു വരുന്നു, ഹോസ്റ്റലിൽ നിർത്തിയേക്കണ്, പാരൻറ്റിങ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഇല്ല. സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞത് എന്താണ്, എൻ്റെ പഴയ ആക്ടിവിറ്റീസ് ഒന്നും എനിക്ക് ഇല്ല, ഇപ്പോൾ എൻ്റെ പാരൻസ് എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ ഹോട്ടലിൽ കൊണ്ടുപോയി എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് തരുന്നില്ല, എന്നോട് സംസാരിക്കണില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ടീൻസിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ട്. പക്ഷേ ആസ് പാരൻസ് നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അവരെ ഇമോഷണൽ വെൽബീയിങ് ഒക്കെ ശ്രദ്ധിച്ചാൽ, അവരെ നമുക്ക് നമ്മുടെ കൂടെ കൊണ്ട് നടന്ന് അവരുമായിട്ടൊരു ഇമോഷണൽ ബോണ്ടിങ് കൊണ്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്ത്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുത്ത് അവരെ നമുക്ക് നന്നായി വളർത്താൻ കഴിയും. താങ്ക് യു.